ഞാൻ KK വിത്ത് മൈ ബ്രദർ റോസ്. നമ്മുടെ പുതിയ ഒരു സ്റ്റോൺ സ്റ്റോറീസിന്റെ പോഡ്കാസ്റ്റ് ആണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രവാസികൾ കലയുടെ ഇടവഴികൾ എന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ്. ഹലോ, എല്ലാ തവണത്തെയും പോലെ തന്നെ പ്രത്യേകിച്ച് ഇൻട്രോ എന്ന് തരുന്നില്ല. നമ്മുടെ കൂടെ ഉള്ളവരെ ഇതിൽ ചിലർക്കറിയാം, ചിലർക്ക് അറിയത്തില്ല. സോ അവർക്ക് പറയാനുള്ളതാണ് ഞാൻ കേൾക്കാറുള്ളത്. അവർ പറഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് എന്താണോ അറിയാനുള്ളത് അത് ഞാൻ അവരോട് ചോദിക്കാറുമുണ്ട്. സോ നമുക്ക് അവരിലേക്ക് തന്നെ പോവാം. എൻ്റെ പേര് മിത്തു ചെറിയാൻ. അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. മാനേജ്മെന്റ് ഫീൽഡായിരുന്നു. അധ്യാപനം ഇഷ്ടപ്പെട്ട് കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ടീച്ചിങ് തിരഞ്ഞെടുത്തതാണ്. എഴുത്തുകാരിയാണ്. എഴുത്തുകാരി എന്നറിയപ്പെടാനാണ് ഇഷ്ടവും. കവിതകളാണ് കൂടുതൽ എഴുതാറ്. കഥകളും ചെറുകഥകളും ഒക്കെ എഴുതാറുണ്ട്. ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ മ്യൂസിക്കൽ ആൽബം 3 ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാറുണ്ട്. പിന്നെ ഡിവോഷണൽ ആൽബംസും കുറച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ റാഷി. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ. ഇപ്പോൾ നിലവിൽ കുവൈത്തിലാണ്. ഇപ്പോൾ പുതിയൊരാളാണ് കുവൈത്തിൽ. അധിക വർഷമൊന്നുമായില്ല, ഏകദേശം ഒരു 3 വർഷമായുള്ളൂ. അപ്പോൾ നമ്മൾ പ്രവാസ ലോകത്ത് വരുമ്പോൾ ഒരുപാട് സാധ്യതകളെ തേടിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ സാധ്യതകൾ നടപ്പിലാവുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയ വേവലാതി നമുക്കുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സാധ്യതകൾ നടപ്പിലാക്കാൻ പറ്റിയൊരു ഇടമായിട്ടാണ് എൻ്റെ പ്രവാസത്തെ ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമ എന്ന് പറയുന്ന വലിയ സ്വപ്നമായിരുന്നു. അതിൻ്റെ ചെറുഭാഗമായിരുന്നു ഷോർട്ട് ഫിലിം. അതെനിക്ക് ഈ ഒരു പ്രവാസ ലോകത്ത് നിന്ന് എടുക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോഴും സിനിമയുടെ ഒരു പാതയിലൂടെ നടന്നു പോവുകയാണ്. ഇനിയും ഒരുപാട് ഈ പ്രവാസ ലോകത്ത് നിന്ന് എടുക്കാൻ വേണ്ടി കഴിയണം. ഒഴിവുകിട്ടുന്ന സമയങ്ങളിൽ എഴുതാറുണ്ട്. മറ്റുള്ളവരോട് സാഹിത്യം അതുപോലെ സംസാരിക്കാറുണ്ട്. നാട്ടിലെങ്ങനെയാണോ നമുക്ക് നമ്മുടെ കലാ സാംസ്കാരിക രംഗം ഇടപെടാൻ പറ്റുന്നത് അതിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, മിത്തു ചെറിയൻ്റെ അടുത്താണ് എൻ്റെ ചോദ്യം. 2 ബുക്കുകൾ കുവൈറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം എവിടെയൊക്കെ തിരക്കിയപ്പോഴത്തേക്കും മിത്തുവിനെ കുറിച്ച് കുറേയൊക്കെ ഡീറ്റെയിൽസ് കിട്ടി. സോ ഇവിടുത്തെ കലയും ലൈഫും ജോബും അതുപോലെ തന്നെ ഈ എഴുതിയ ബുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന വർക്കുകൾ ഇതെല്ലാം എല്ലാവരിലേക്കും പോസിറ്റീവായിട്ട് എത്തുന്നുണ്ടോ, അതോ എവിടെയെങ്കിലും ബ്ലോക്ക് ആവുന്നുണ്ടോ? ബ്ലോക്ക് മീൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നൊരു തോന്നലോ എന്തെങ്കിലും ഉണ്ടോ? 2 പുസ്തകങ്ങളാണ് ഞാൻ എഴുതിയത്. അതും പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് എഴുതിയത്. 2 കവിതാ സമാഹാരങ്ങളാണ്. ആദ്യത്തെ പുസ്തകം കാഴ്ചയ്ക്ക് ഒരു കടലിപ്പുറം എന്ന് പറയും. അതിൻ്റെ അവതാരിക എഴുതി തന്നത് പ്രഭാവർമ്മ സാറാണ്. അത് പ്രകാശനം ചെയ്തത് സച്ചിദാനന്ദ മാഷാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആള്, വയലാർ അവാർഡ് കിട്ടിയ ആള്. അപ്പോൾ അവർ എൻ്റെ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതി തരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. 2ാമത്തെ പുസ്തകം വെയിൽ വഴിയിലെ ഇലത്തണൽ. അതും 25 കവിതകളുടെ ഒരു കവിതാ സമാഹാരമാണ്. അത് കോട്ടയം കവിയഴങ്ങുവരിയാണ് പബ്ലിഷ് ചെയ്തത്. നമ്മൾ പ്രവാസത്തിലെ ജീവിതാനുഭവങ്ങളും ഇടയ്ക്ക് തോന്നുന്ന ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയ കുറേ അനുഭവങ്ങളാണ് എൻ്റെ കവിതകളിലുടനീളം കാണാൻ കഴിയുന്നത്. പ്രണയം, വിരഹം, അതൊക്കെയാണ് കൂടുതലായും വരുന്നത്. സാമൂഹിക വിഷയങ്ങളും ഒരുപാട് എഴുതാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്കൊരു അംഗീകാരങ്ങൾ മാത്രമേ നേടിത്തന്നിട്ടുള്ളൂ. അതൊരു എനിക്ക് ഒരിടത്തും ഒരു തടസ്സം ഇതിന് ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര് കവിതകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. കലോത്സവങ്ങളിൽ പാടി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈയിടെയും ഒരു കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു എൻ്റെ ഒരു കവിത ചൊല്ലി. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നാട്ടിൻ്റെ തിരക്കുകളിൽ ജോലികളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ എഴുതാനൊരു സമയം കിട്ടുകയോ അല്ലെങ്കിൽ ഈ പ്രവാസത്തിൽ ഇരുന്നാണ് നമുക്ക് ആ ഒരു എഴുതാനുള്ള ഒരു സമയം കിട്ടുകയും എഴുതി തുടങ്ങുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് പ്രവാസം എന്നെ സംബന്ധിച്ചിടത്തോളം കലയ്ക്ക് ഉള്ള ഒരു വഴി തന്നെയാണ്. എനിക്ക് വഴി തുറന്നു തന്നത് പ്രവാസമാണെന്ന് തന്നെ പറയാം. കുവൈറ്റിൽ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായി അല്ലേ, നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ജോലിയും കുടുംബവുമായിട്ടാണ് കഴിയുന്നത്. അപ്പം ഈ കലാപരമായിട്ടുള്ള ഇത് വന്നപ്പോൾ എത്രത്തോളമാണ് മാനസികമായിട്ടുള്ള ഉല്ലാസം ലഭിച്ചത്, അല്ലെങ്കിൽ പ്രവാസത്തിന് ആ ഒരു സ്വാധീനം കലയിൽ എത്രത്തോളം ഉണ്ട്? അതെ, ഞാനൊരു പുതിയൊരാളാണ് ഇവിടെ പ്രവാസ ലോകത്ത്, ഒരു പുതിയൊരാളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്, നമ്മളിപ്പോൾ പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ നാട്ടിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ജോലി കഴിഞ്ഞാണെങ്കിലും നമ്മളെ വൈകുന്നേരങ്ങളുണ്ടല്ലോ നമുക്ക്, നമ്മുടെ വായനശാലകൾ, അതുപോലെ നമ്മളെ കൂട്ടുകാർ, അപ്പോൾ നാടിനുടനീള കല്യാണങ്ങൾ, അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നാട്ടിലുണ്ടാവും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വരുന്നത്.
നമ്മൾ ഇവിടെ വരുമ്പോൾ കേവലം നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെ കയ്യിലൊരു പാസ്പോർട്ട് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ചില കുടുംബക്കാരുണ്ടെങ്കിൽ അവർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ. നമ്മളൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ വെറും പാസ്പോർട്ട് മാത്രമേ ഉണ്ടാവും. ആ പാസ്പോർട്ട് കൊണ്ടുവന്ന് പ്രവാസ ലോകത്ത് വന്ന് നമ്മളൊരു ജോലിക്കൊക്കെ കയറി നമ്മളെ ആ ഒരു പഴയ ഒരു നാടും ആ ഒരു ഇടങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള പ്രയാസങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ കേവലം ഈ ഒരു വർഷം കൊണ്ട് തന്നെ എനിക്ക് കുറേ ആ ഒരു നാട്ടിലുണ്ടായതിനും കൂടുതൽ ഈ പ്രവാസ ലോകത്തുനിന്ന് സംസാരിക്കാനും കൂട്ടുകൂടാനും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സിനിമകൾ എടുക്കാൻ വേണ്ടി കഴിയുന്നത്. എനിക്ക് തോന്നുന്നത് നാട്ടിലേക്കാളും കൂടുതൽ ഇവിടെയായിരിക്കും നമുക്ക് ഈ ഒരു സാധ്യതകൾ ഉണ്ടാകുന്നത് ഏതായാലും. പിന്നെ നമ്മളെ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുവൈത്തിൽ നടക്കുന്ന ഒരുപാട് സിനിമ ഫെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ഫെസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50-60 സിനിമകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, എനിക്ക് തോന്നുന്നു നാട്ടിൽ ഈ ഒരു ഫെസ്റ്റിവൽ വെച്ചാൽ, ഒരു മത്സരം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾ വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ആളുകളെ സമയങ്ങളൊക്കെ പല രീതിയിലുള്ള ഒരു എഴുതാറും, അതുപോലെ തന്നെ എനിക്ക് മുന്നേ സംസാരിച്ച മിത്തൊക്കെ പറഞ്ഞതുപോലെ അവരൊക്കെ ടീച്ചറാണ്. അപ്പോൾ ആ ഒരു ടീച്ചിങ് ഫീൽഡ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഒരുപാട്, എനിക്ക് തോന്നുന്നു മറ്റു ജോലിക്കാർക്ക് കൂടുതൽ ടീച്ചേഴ്സിനൊക്കെയാണ് വലിയ മെൻ്റലി പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത്. അതായത് കുട്ടികളെ നോക്കണം, അവരുടെ എഴുത്തുകൾ നോക്കണം, എക്സാം വാല്യുവേഷൻ ചെയ്യണം, പിറ്റേ ദിവസം നമുക്ക് പോകുമ്പോൾ രാവിലെ എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പോലും അവർ പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ട സമയങ്ങളിൽ പോലും ഇവർ എഴുതാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു. 2 പുസ്തകങ്ങൾ എഴുതുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നു കലോത്സവങ്ങളിൽ പോലും. ഇതൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ എന്നോട് സംസാരിച്ച KK തന്നെ എന്താ പറയുക, ഇവിടെ സമയങ്ങളിൽ നാടകം എഴുതാനും അതുപോലെ തന്നെ നാടകത്തിൽ അഭിനയിക്കാനും മറ്റ് കലാരംഗങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടി സാധ്യതകൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റുപാട് അറിയുന്ന ഒരുപാട് ആളുകൾ. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ശരിക്കും നമ്മൾ കാണേണ്ടത് എന്നാണ് KK ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ 3 പേരും കലയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, ഞാനും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ പ്രവാസ ജീവിതം എന്ന് ഞാൻ പറയുന്നില്ല, രാജ്യത്തിൻ്റെ പേരും പറയുന്നില്ല, പക്ഷേ ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മുടെ കലകൾ ചില നേരങ്ങളിൽ ഈ ചിലരിലേക്ക് ഒരു നെക്സസ് അല്ലെന്നുണ്ടെങ്കിൽ ചിലരിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു, അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഥകൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബുക്ക് ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ ബുക്കിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ KK ആണെങ്കിലും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവരുമായിട്ട് ഇനി ചിലപ്പം ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പോ എന്തെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ടാക്കും. കാരണം ഇവരെല്ലാം കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം എനിക്ക് നിങ്ങളെന്ന് KK അടക്കം ഇതിന് ആൻസർ പറയേണ്ടി വരും. എനിക്ക് നിങ്ങളെന്ന് അറിയേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ പോവാതിരിക്കാനോ തോന്നിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അത് പറയണം. റോസ് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പ്രത്യേകിച്ച് രാജ്യമൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു വിശപ്പിനെക്കാട്ടും ഏറ്റവും വലിയൊരു വല്ലാത്തൊരു വികാരം അവഗണനയാണെന്ന് തോന്നാറുണ്ട്. കാരണം ആ ഒരു കലാകാരൻ അവഗണിക്കപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം സ്കൂൾ കലോത്സവം എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും എഴുതാൻ. അപ്പോൾ ആ കലാകാരനെ അവഗണിക്കാതിരിക്കുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ അവാർഡുകൾ പ്രോപ്പറായിട്ടുള്ള റൈറ്റ് പേഴ്സൺ ഈസ് പ്ലേസ് ഓൺ റൈറ്റ് ജോബ് എന്നൊക്കെ പറയുന്നത് പോലെ കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ കൈകളിൽ തന്നെ അവാർഡ് കിട്ടുമ്പോഴാണ് ഈ അവാർഡിനൊരു സൗരഭ്യം ഉണ്ടാകുന്നത്. അപ്പം ഓക്കെ, ശരിയാണ്. കാരണം ഓരോ ജഡ്ജസുമാരും ഓരോ പെർസെപ്ഷൻസ് ഉണ്ടാവും, ഓരോ കാഴ്ചപ്പാടിലാണ് വരുന്നത്. എങ്കിലും കൃത്യമായിട്ടുള്ള ജനകീയമായ അവാർഡുകൾ കൊടുക്കുമ്പോഴാണ് ആ ഒരു കലയ്ക്ക് കുറച്ചും കൂടെ ഒരു കൃത്യത ഉണ്ടാകുന്നുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈഗോ എന്ന് പറയുന്ന സാധനം കലയുടെ കൂടെ എന്നുമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം മറിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇന്നലെ ഞാനൊരു എടുത്ത് വായിച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. കാരണം ഒരു ചിത്രശലഭത്തിനെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ തന്നെ പൂന്തോട്ടമാകുക, ചിത്രശലഭം ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ കലാപരമായ കഴിവുകൾ ഷാർപ്പൻ ചെയ്യുക, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടേതായിട്ടുള്ള സ്ഥാനം എത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് അവാർഡ് ഒരു വലിയ അംഗീകാരം തന്നെയാണെങ്കിൽ പോലും അവാർഡാണ് ഒരു കലയ്ക്കുള്ള ഒരു മാനദണ്ഡം എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അവാർഡ് നമുക്ക് ചിന്തിച്ചാൽ നമ്മൾ അവാർഡിലിരിക്കുന്ന ജൂറി അവർ വളർന്നു വന്ന സാഹചര്യം പോലും അവരുടെ ആസ്വാദനത്തിനെ ഒരുപാട് വ്യത്യസ്തമാക്കും.
ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്നത്തെ പാട്ടുകൾ നമ്മൾ ചിന്തിച്ചാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന സിനിമാ പാട്ടുകൾ ഒരുപക്ഷെ നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അത്ര ദഹിക്കണമെന്നില്ല. പക്ഷേ ഒരു ന്യൂജൻ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ല പാട്ടുകളാണ്. അവരുടെ മുന്നിലേക്ക് നമുക്ക് ആത്മവിദ്യാലയമേ അല്ലെങ്കിൽ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ചൊക്കെ എടുത്തിട്ടാൽ അവർക്ക് ഒരുപക്ഷെ ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ആസ്വാദനത്തിന്റെ ലെവലുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കല അത് നമുക്കിഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുക. അതിന് ഒരു ആസ്വാദകന് അത് എത്രമാത്രം ഇഷ്ടപ്പെടും, അതിന്റെ പേരിൽ മാത്രം ലഭിക്കുന്ന ഒരു അവാർഡ് കൊണ്ട് നമ്മൾ ചെറുതാവുന്നുമില്ല വലുതാവുന്നുമില്ല. നമുക്ക് വേണ്ടി കല ചെയ്യുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KK ഇവിടെ പറഞ്ഞു, അതായത് നമ്മളിവിടെ അതായത് ഇപ്പോൾ നെക്സസ് പറയുമ്പോൾ നമ്മളൊരു കൂട്ടമായി ഒരു ആളുകൾ മാത്രം കലയിൽ മാറുന്നുണ്ടോ എന്നുള്ളൊരു അഭിപ്രായം KKയുടെ ഭാഗത്തുനിന്ന് വന്നു. എനിക്ക് തോന്നുന്നത് KK ഒരുപാട് വർഷമായി ഈ ഒരു മേഖലയിൽ, അതായത് നാട്ടിലായാലും ജന്മനാട്ടിലായാലും ഇവിടെ പ്രവാസത്തിലായാലും അങ്ങനെ ഒരു അനുഭവം KKക്ക് ഉണ്ടായതുപോലെ എനിക്കൊരു അനുഭവം തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഒരു പുതിയ ഒരാളാണ്. നമ്മളിപ്പോൾ ഒരു കഥയുമായി അല്ലെങ്കിൽ നമ്മളൊരു സിനിമയായിട്ട് പോകുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കാസ്റ്റിംഗ് കോള് നമ്മൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാസ്റ്റിംഗ് കോള് നമ്മൾ ഇടുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് നമുക്ക് പുറമെ പിന്നെ അഭിനയിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അവരും നമ്മളെപ്പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒഴിവ് സമയങ്ങളിൽ കുട്ടികളും അതുപോലെ വീട്ടിലുള്ള കുടുംബവും എല്ലാം വിട്ട് നമ്മൾ എഴുത്തിലും മറ്റും കേന്ദ്രീകരിക്കുമ്പോൾ പോലും മറ്റുള്ളവരും ഇതിലേക്ക് അഭിനയിക്കാൻ വേണ്ടി ഇതേ രംഗത്തുള്ളവർ വരുന്നുണ്ട്. പിന്നെ അവാർഡിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു. നമ്മൾ അവാർഡ് എന്ന് പറയുന്ന അംഗീകാരം എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അത് ഏതിലും നമുക്ക് അംഗീകാരം, ഇപ്പോൾ വീട്ടിലായാലും നമ്മൾ 4 മക്കളുണ്ടെങ്കിൽ അമ്മയും അച്ഛനും നമുക്ക് ആ 4 മക്കളുടെ ഇടയിൽ എന്തെങ്കിലും നീ ചെയ്തത് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അംഗീകാരം കിട്ടുന്നത്. അത് അംഗീകാരം എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അംഗീകാരമല്ല, നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് സിനിമകളെല്ലാം നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, മലയാളത്തിൽ. അതൊന്നും അവാർഡിന് അർഹതപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്നും മനസ്സിൽ അത് വെക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പാട്ടുകൾ, നമ്മളെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും അവാർഡിന് അർഹമായിട്ടല്ല. എന്നാലും അവാർഡ് ഒരു ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കഥയും അതുപോലെ തന്നെ നമ്മളെ ഉള്ളിലുള്ള നമ്മുടെ അനുഭവങ്ങളും പുറത്ത് കാണിക്കുക എന്നതാണ്. പിന്നെ അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സമയമാകുമ്പോൾ നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത KKരെല്ലാം ഫ്രണ്ടാണ് ലാൽ ജോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ് ഒരുപാട് ട്രാജഡിയിലേക്ക് പോയി. അദ്ദേഹം ഇറക്കിയ സിനിമകൾ ഇപ്പോൾ നമ്മളെ ഹൃദയത്തിൽ തന്നെ നിൽക്കുന്നൊരു സംഭവമാണ്. ക്ലാസ്മേറ്റ്സ് സിനിമയൊക്കെ നമ്മുടെ കലാലയ ജീവിതമൊക്കെ ഈ പുതിയ കാലത്തും ആ പഴയ ഒരു ജീവിതം വരച്ചു കാട്ടുന്ന സിനിമകളായിട്ടാണ് ലാൽ ജോസൊക്കെ വരുന്നത്. അപ്പോൾ അവാർഡ് എന്ന് പറയുന്നത് കേവലം അംഗീകാരം മാത്രമായി കാണുക. നമ്മുടെ മനസ്സിലുള്ള അനുഭവങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള എഴുത്തുകൾ എല്ലാം നമ്മൾ പുറത്തെടുക്കുമ്പോഴാണ് നമ്മളാകുന്നത്. പിന്നെ അവാർഡ് എന്ന് പറയുന്ന സംഭവം നമ്മളെ തേടിയെത്തുന്ന ഒരു സാധനമായിട്ട് അംഗീകാരങ്ങൾ മാറ്റുക. പിന്നെ എനിക്കൊരു പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ സിനിമാ രംഗത്ത് എഴുത്ത് രംഗത്ത് മിത്തോടൊക്കെ പറയാനുള്ളത്, എഴുത്തിലും അതുപോലെ തന്നെ അഭിനയത്തിലെല്ലാം പോകുമ്പോൾ നമ്മളെ ചുറ്റുപാടും പല ആളുകളുണ്ടാവും. നമ്മുടെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഇങ്ങനെ കൂട്ടമായി അടക്കി വാഴുന്നൊരു ചരിത്രമൊക്കെ നമുക്കറിയാം. അതിനൊക്കെ വീണ് കൊടുക്കാതെ നമ്മളായി നിന്നുകൊണ്ട് നമ്മുടെ ഒരു തലം എങ്ങനെ സുന്ദരമാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നിനും വീണ് കൊടുക്കാതെ തുറന്നു പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റായി നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളെ ആളുകൾ തേടി വരും, നമ്മളും അവരെ തേടി പോയിട്ട് നമ്മളൊന്നും വീണ് കൊടുക്കാതെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സിനിമകളായാലും എഴുത്തുകളായാലും പാട്ടുകളായാലും ഇപ്പോൾ KK നാടകങ്ങളായാലും പോലും അവരെ നമ്മൾ അംഗീകാരം തേടിയെത്തും. അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുക, വിട്ടുകൊടുക്കുക, ചേർത്ത് കൊടുക്കുക, വിട്ടുകൊടുക്കുക. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതാണ് KKനോട് എനിക്ക് പറയാനുള്ളത്. മിത്തു ഒരു കാര്യം പറഞ്ഞായിരുന്നു, മീൻസ് എന്തോ അത് പറഞ്ഞത്, ഈ ആത്മവിദ്യാലയം എന്നൊക്കെ പറഞ്ഞൊരു കോട്ട് പോലെ പറഞ്ഞു പോയായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പം നോർമൽ ഒരു ഫോർമാറ്റിലല്ല എൻ്റെ സ്റ്റോറീസൊക്കെ എഴുതുന്നത്. അതെൻ്റെ സ്റ്റോറീസ് വായിച്ചുള്ളവർക്കറിയാം. അല്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറയാം. കാരണം ഞാനിപ്പോൾ കൂടുതൽ എഴുതുന്നത് ഏലിയൻ ബേസ് ആയിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ദൈവങ്ങളില്ല, അല്ലെങ്കിൽ കൊലപാതകം, അങ്ങനെയുള്ളതാണ്. എൻ്റെ സൈഡിൽ നിന്ന് നോർമലായിട്ടുള്ള ഒരു സ്റ്റോറി ആരും വായിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലയും അല്ലെങ്കിൽ ആൾക്കാർ കാണുന്ന കാഴ്ചപ്പാടും വായിക്കുന്ന കാഴ്ചപ്പാടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പഴയ ഫോർമാറ്റിൽ തന്നെ എഴുതണമെന്ന് അത് പറയുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയാണ്. കാരണം
എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മൾ ഒരു ഫുൾ ലെങ്ത് സിനിമ കാണാതെ തന്നെ ഒരു 5 മിനിറ്റുള്ള ക്ലിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കണ്ട് ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കല എന്ന് പറയുന്നത് പണ്ട് ഉണ്ടാക്കി വെച്ചത്, കാരണം മഹാഭാരതം എഴുതിയ കാലം തൊട്ട് എല്ലാവരും പറയുന്നത് അതുപോലൊരു സ്റ്റോറി ഇനി വരത്തില്ലെന്നാണ്. പക്ഷേ നമ്മൾ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് എഴുത്തും കലയും മാറും. സോ ഇപ്പോഴും അങ്ങനെ ഒരു ഫോർമാറ്റ് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതാണ് കലയെന്നാണ് വിശ്വസിക്കുന്നത്. ഒരിക്കലും അല്ല റോസ്. കല എവിടെയെങ്കിലും അങ്ങനെ ഉടക്കി കിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കല നമ്മുടെ സാഹചര്യത്തിനും നമ്മൾ ആസ്വാദകരുടെ ആസ്വാദനത്തിനനുസരിച്ചും മാറ്റിക്കൊണ്ടിരിക്കണം. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ, ഇപ്പം എന്നെ സംബന്ധിച്ചോളം പഴയ പാട്ടുകൾ എന്ന് പറയുമ്പം ഒരു കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി അല്ലെങ്കിൽ മധുരം ജീവാമൃത ബിന്ദു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കങ്ങ് നൊസ്റ്റാൾജിയാണ് അല്ലെ. അതെന്തുകൊണ്ടാണ് നമ്മൾ കേട്ട് വളർന്ന പാട്ടുകൾ അല്ലെങ്കിൽ നമ്മളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നത് അതാണ്. നമുക്കത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനത്തെ കല മാത്രമേ ഇന്നത്തെ തലമുറയിലെ ന്യൂജൻ കുട്ടികളുടെ ഇടയിലും കൊണ്ടുവരാൻ പറ്റൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് എന്താണോ വേണ്ടത് അതാണ് കല കൊടുക്കേണ്ടത്. ഇന്നത്തെ പുതിയ സിനിമകളുണ്ട്, നമുക്ക് ചിലപ്പം നമ്മളെ പോലുള്ളവർക്ക് അത് ഡൈജസ്റ്റ് ആവില്ല, ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നും, അല്ലെങ്കിൽ ഒരു കഥ മുഴുവനായി, പണ്ട് സിനിമകളിൽ ഒരു കഥ തുടക്കം മുതൽ അവസാനം വരെ കാണിക്കും, ഇന്നാണെങ്കിൽ ഒരു സിറ്റുവേഷൻ മാത്രം കാണിച്ചൊരു സിനിമ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് ആസ്വാദനത്തിന്റെ പീക്ക് ലെവലാണ്, അവർക്ക് അതാണ് ഇഷ്ടപ്പെടുന്നത്. വേടന്റെ പാട്ടുകൾ നമുക്കൊരു പക്ഷേ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, ചിലർക്കെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്നാൽ ഇന്നത്തെ തലമുറ അത് ഒരുപാട് വാഴ്ത്തി പാടുന്ന പാട്ടുകളാണ്. അപ്പം ഓരോ മനുഷ്യരുടെയും അവർ വളർന്ന സാഹചര്യത്തിന്റെയും അപ്പോഴുള്ള ഒരു സമൂഹത്തിന്റെയും ഒക്കെ അനുസരിച്ചിരിക്കും അവരുടെ ആസ്വാദന രീതി. കല അതിന് ഒത്തു മാറണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കല എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഇപ്പോൾ നാടകമാണെങ്കിലും അതേപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നതാണെങ്കിലും അതേപോലെ തന്നെ സിനിമ എടുക്കുന്നതൊക്കെ ഒക്കെ പല തരത്തിലുണ്ട്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് മിഥുനെ സംബന്ധിച്ചിട്ട് കവിത എഴുതുകയാണ്. അപ്പം എനിക്കൊരു ചോദ്യമുള്ളത്, എങ്ങനെയാണ് ഈ കവിത എഴുത്തിലോട്ട് എത്തിച്ചേർന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയണം. അതേപോലെ തന്നെ 4 വരി ഒരു കവിത പാടിയാൽ വളരെയധികം നന്നായിരിക്കും. കവിത ഞാൻ സത്യം പറഞ്ഞ ആദ്യം ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതി തുടങ്ങിയത്, കുഞ്ഞു കുഞ്ഞു കവിതകൾ. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് മലയാളത്തിലോട്ട് എഴുതാൻ തുടങ്ങിയത്. മലയാളം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ICC സ്കൂളാണ്, ഞങ്ങൾക്ക് 11th 12th മലയാളം അല്ലെങ്കിൽ ഹിന്ദി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തത്. വളരെ കുറച്ച് കുട്ടികളാണ് മലയാളം എടുക്കുക. അങ്ങനെ അന്ന് മലയാളം സെലക്ട് ചെയ്തു. അന്ന് പഠിച്ച കുറച്ച് കവിതകളൊക്കെ ഉണ്ട്, കുമാരനാശാന്റെ കരുണ, അങ്ങനെ അതിൽ നിന്നൊക്കെയാണ് തോന്നുന്നു എനിക്ക് മലയാള ഭാഷയോട് ഇത്രയധികം സ്നേഹം. പിന്നെ ഇംഗ്ലീഷിൽ കവിത എഴുതുന്നത് കൊണ്ട് തന്നെ മലയാളത്തിൽ ട്രൈ ചെയ്തു. വളരെ നന്നായിട്ട് എഴുതാൻ പറ്റുന്നെന്ന് ഒരുപാട് പേര് പറഞ്ഞു, അധ്യാപകരും ഒക്കെ. അങ്ങനെയാണ് കൂടുതലും മലയാളത്തിലോട്ട് എഴുതി തുടങ്ങിയത്. ആദ്യം കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ എഴുതുമായിരുന്നു. തീരെ കുഞ്ഞിലെ തന്നെ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി. അങ്ങനെയാണ് പിന്നീട് ഞാൻ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് എഴുതാൻ തുടങ്ങി. പിന്നെ പതുക്കെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതി തുടങ്ങി. ഒരു മാധവിക്കുട്ടിയുടെ ടച്ച് എൻ്റെ കവിതകളിലുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പ്രഭാവർമ്മ സാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആ കവിതകൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന വിഷയങ്ങൾ കുറേയൊക്കെ സിമിലർ ആയതുകൊണ്ടാവാം. അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ കവിത ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നു ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം ആധുനിക കവികളുടെ എല്ലാ കവിതകളും ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മുരുകൻ കാട്ടാക്കടയുടെ കണ്ണട, ബാഗ്ദാദ്, അരയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കവിതയാണ്. പിന്നെ അനിൽ പനശൂരാൻ, ഇപ്പം വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂവ്, അതൊക്കെ ഒരുപാട് പോപ്പുലർ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കവിതകളിലൂടെ കവിതകളെ ഇഷ്ടപ്പെട്ട് പിന്നെ പുറകോട്ട് സഞ്ചരിച്ച ആളാണ്. പിന്നീടാണ് ഞാൻ വയലാറ്, ചങ്ങമ്പുഴ, വള്ളത്തോളിന്റെ ഒക്കെ കവിതകളും കേട്ടു തുടങ്ങി. അപ്പൊ കവിത നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു ഒരു കലാവിഭാഗം തന്നെയാണ്. നമ്മൾ കഥയോ എഴുതുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഒരു മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നെത്തുന്ന, നമ്മളുടെ എത്ര ദുഃഖത്തിലിരിക്കുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും സന്തോഷത്തിന്റെ മൂർധന്യത്തിൽ നമ്മളെ വിഷമിപ്പിക്കാനും കഴിയുന്ന ഒരു മേഖല തന്നെയാണ് കവിത. അപ്പോ കവിത എഴുതുന്നതിലും ഒരു കവയത്രിയാവുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കവിതകളെ പറ്റി പറഞ്ഞു കേൾക്കി, അതായത് കവിത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ പഠനകാലത്ത് പോലും നമ്മളെ പഠിച്ച കവിതകൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതാണ്. ആ ഒരു മേഖലയിലേക്ക് പോയ ഒരാളാണ് മിത്തു. പക്ഷെ എൻ്റെയൊക്കെ മനസ്സിൽ നമ്മൾ ഒരുപാട് കവിതകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെ ഹൃദയം തൊട്ടുള്ള കവിതയാണ് രേണുക എന്നുള്ളൊരു കവിത. മിത്തു ആ ഒരു രേണുക കവിതയിൽ ഒരു 4 വരി നമുക്ക് എല്ലാവർക്കും വേണ്ടി പാടണം എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതു നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി
മഴയ്ക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ. ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയം. സോ നമുക്കൊരു ടൈമുണ്ട്, അതിനകത്ത് അത് നിർത്തിയേ പറ്റൂ. അപ്പം ഇവരൊക്കെ ഇനി ഭാവിയിൽ വലിയ വലിയ ആൾക്കാരാവട്ടെ, വീണ്ടും ഇവിടെ തന്നെ വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വൈൻഡപ്പ് എപ്പോഴും കേക്കെന്ന് പറയുന്നത്, സോ നമുക്ക് കേക്കെ കൊണ്ട് തന്നെ വൈൻഡപ്പ് പറയാം. അതിനൊരു പ്രത്യേക സുഖമാണ്, ഒരു ഫീലുമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു സബ്ജക്റ്റാണ് നമ്മളെടുത്തത്, പ്രവാസത്തിലെ എന്താണ് കലയുടെ സ്വാധീനം. ആ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംവേദിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വന്ന രണ്ട് നല്ല ഗസ്റ്റാണ്, അവർ ഒരുപാട് നല്ല രീതിയിൽ നമ്മളവിടെ സംവേദിച്ചു. വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഭാവിയിൽ നല്ല നല്ല പ്രൊജക്ട്സുകൾ ഉണ്ടാകട്ടെ, വലിയ രീതിയിലോട്ട് വരട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ അടുത്ത ടിൽ ദൻ ബൈ. ആൻഡ് സൈനിങ് ഔട്ട്. സൗഹൃദത്തിന്റെ പറഞ്ഞതല്ലേ?